വയനാട് ദുരന്ത സഹായത്തിൽ സാങ്കേതികത്വം പറഞ്ഞ് തടിയൂരുന്ന കേന്ദ്രം ആരെയാണ് പറ്റിക്കുന്നത്? കേരളം എന്താ ഇന്ത്യയിലല്ലേ? വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേരളത്തിന് ലഭിക്കേണ്ട കേന്ദ്ര സഹായം വൈകുന്നതിന് കാരണം സംസ്ഥാനമാണ് എന്നാണ് ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ വയനാടിൻ്റെ MP ആയിട്ടുള്ള പ്രിയങ്ക ഗാന്ധിക്ക് നൽകിയ മറുപടിയിൽ പറയുന്നത്. അതിൽ കൃത്യമായി തങ്ങൾ ചെയ്ത കാര്യങ്ങൾ, അതായത് കേന്ദ്രം വയനാടിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ അക്കമിട്ട് നിരത്തുന്നുണ്ട് അമിത് ഷാ എന്ന് നമുക്ക് പറയേണ്ടി വരും. അതിൽ അദ്ദേഹം പറയുന്നത് ജോർജ് കുര്യനെ അയച്ചു. അതായത് ഈ ദുരന്തമുണ്ടായ ജൂലൈ 30 തന്നെ ജോർജ് കുര്യൻ, ഇവിടെ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയായിട്ടുള്ള ജോർജ് കുര്യനെ വയനാട്ടിലേക്ക് അയച്ചു. അത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. കേരളത്തിൽ നിന്നുള്ളൊരു മന്ത്രി എന്നുള്ള നിലയിൽ ഒരു ദുരന്തം നടക്കുന്ന സ്ഥലത്ത് പോകേണ്ടത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അതിന് ആഭ്യന്തരമന്ത്രി പറയണമോ എന്നുള്ള ചോദ്യം വേറെ നിൽക്കുന്നു. രണ്ടാമത്തത്, മുഖ്യമന്ത്രിയുമായി നിരന്തരം സംസാരിച്ചു, നിരന്തരം ഈ ദുരന്തത്തിൻ്റെ ആഴത്തെക്കുറിച്ച് സംസാരിച്ചു എന്ന് അമിത് ഷാ പറയുന്നു. ഒപ്പം സേനകളെ അയച്ചു, ഹെലികോപ്റ്ററുകൾ അയച്ചു. അങ്ങനെ അടിയന്തരമായ സഹായം, അതായത് ജൂലൈ 30 ദുരന്തം നടന്നു, ജൂൺ 30 ദുരന്തം നടന്നുവെങ്കിൽ ജൂലൈ 31 അടിയന്തര സഹായം 145.60 കോടി അനുവദിച്ചു. ഒക്ടോബർ 10 145.6 കോടി അനുവദിച്ചു രണ്ടാം ഘട്ടമായിട്ട്. അപ്പോൾ മാത്രമല്ല, സംസ്ഥാനത്തിൻ്റെ SDRF-ൽ 782.99 കോടി ഉണ്ടായിരുന്നു. ഇങ്ങനെ നമുക്ക് മനസ്സിലാവുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ മനസ്സിലാവാത്ത തരത്തിലുള്ള ചില കണക്കുകളാണ് ആഭ്യന്തരമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോഴും കേരളത്തിന് കിട്ടേണ്ട സഹായം എവിടെ എന്നുള്ള ചോദ്യം മാത്രം ബാക്കി. അതായത് കേരളം ആദ്യഘട്ടത്തിൽ ചോദിച്ചത് 1500 കോടിക്ക് അടുത്തുള്ള തുക മാത്രമാണ്. പിന്നീട് മൊത്തം ദുരന്തത്തിൻ്റെ ഒരു ആഘാതം കണക്കാക്കിയ ശേഷമാണ് 2219 കോടിയുടെ സഹായം കേന്ദ്രത്തോട് കേരളം ചോദിച്ചത്. പക്ഷേ ഇപ്പോൾ പറയുന്നത്, അതായത് കേരളം, അതായത് പ്രധാനമന്ത്രി ഇവിടെ വന്ന ഡേറ്റ് എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് 10 തോന്നുന്നു. ഓഗസ്റ്റ് 10 പ്രധാനമന്ത്രി ഇവിടെ വന്ന ശേഷമാണ് നമ്മുടെ ഈ മൊത്തത്തിലുള്ള അസസ്മെൻറ്റ് മെമ്മോ അത് തയ്യാറാക്കി നൽകണം. അത് അനുസരിച്ച് കേന്ദ്ര സഹായം, അതായത് ഇൻ്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം വിലയിരുത്തിയ ശേഷം കേന്ദ്ര സഹായം അനുവദിക്കും എന്നുള്ളതാണ്. പിന്നെ മാത്രമല്ല, ഒരുപാട് ഉറപ്പുകൾ പ്രധാനമന്ത്രി ഇവിടെ വന്ന ദിവസം നൽകിയിരുന്നു. ഒരുപാട് ഉറപ്പുകൾ നൽകിയിരുന്നു. ഒരുപാട് കുഞ്ഞുങ്ങളെടുത്ത് താലോലിച്ച ചിത്രങ്ങൾ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഉറപ്പുകൾ, ഇങ്ങനെ ഒരു ഷോ നടത്തിയ ശേഷം പ്രധാനമന്ത്രി അങ്ങ് പോയി. പിന്നീടാണ് സാങ്കേതികത്വം മുന്നോട്ട് വരുന്നത്. അതായത് കേരളത്തിന് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം അതാണ് ഷാനോസെ. അതായത് വേറെ ഉത്തരേന്ത്യയിൽ എവിടെ ദുരന്തം നടന്നാലും, ഇപ്പോൾ ഉത്തർപ്രദേശിൽ നടന്നാലും, ഹിമാചൽ പ്രദേശിൽ നടന്നാലും, ജാർഖണ്ഡിൽ നടന്നാലും യാതൊരു മാനദണ്ഡവുമില്ല. അടുത്ത ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചക്കകം അല്ലെങ്കിൽ ഒരു 2 ദിവസത്തിനകം 1000-ഓ 2000-ഓ കോടി അനുവദിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ വലിയ പ്രസ്താവന അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ കണ്ണീര് ഒക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ കേരളം സഹായം ചോദിക്കുമ്പോൾ മാത്രം സാങ്കേതികത്വം, അതായത് നമ്മൾ ഇതുവരെ കേൾക്കാത്ത കണക്കിൻ്റെ കളികൾ മുന്നോട്ട് വയ്ക്കുന്ന കേന്ദ്രത്തെ, അത് ഞാൻ BJPയെ മാത്രം കുറ്റം പറയില്ല. കേന്ദ്രം കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് ഇവിടെ നിന്ന്, കേരളത്തിൽ നിന്ന് 5 മന്ത്രിമാരുണ്ടായിരുന്ന കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്ന സമയത്തും സ്ഥിതി വ്യത്യസ്തമല്ലായിരുന്നു. അതായത് ഉത്തരേന്ത്യൻ ലോബി ആ രീതിയിലാണ് കേരളത്തെ അന്നും പിഴിഞ്ഞിരുന്നത്. പിന്നെ ഇന്ന് അതിൻ്റെ ആഘാതം കൂടുതലാണെന്ന് മാത്രം. ഇന്ന് ഒന്നും കിട്ടുന്നില്ല. നേരത്തെ കുറച്ചെങ്കിലുമൊക്കെ കിട്ടിയിരുന്നു. ഇപ്പോൾ ഒന്നും കിട്ടാത്ത ഒരു സ്ഥിതിയിലേക്ക് ആണ് ഈ കാര്യങ്ങൾ എത്തുന്നത്. അതായത് കേരളം സഹായം ചോദിക്കുമ്പോൾ, കേരളത്തിൽ ദുരന്തമുണ്ടാകുമ്പോൾ മാത്രം സാങ്കേതികത്വം. അപ്പോൾ ഒരു തുകയുടെ കാര്യം പറയുന്നു, ആ തുകയുടെ പകുതി മാത്രമേ തരാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. ഒപ്പം എന്താണ് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് എന്താണ് നമുക്ക് ആദ്യം തിരിച്ചടിയായിട്ട് കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്ന എന്താണ്? ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാവില്ല. കാരണം എന്താ? മാനദണ്ഡം അനുവദിക്കുന്നില്ല. ദേശീയ ദുരന്തം എന്ന് പറയുന്നത് അതായത് SDRF, NDRF ചട്ടങ്ങളിൽ ഒരു ദുരന്തത്തെ ദേശീയ ദുരന്തമായിട്ട്
പ്രഖ്യാപിക്കുന്നതിന് മാനദണ്ഡം പറ്റില്ല എന്നുള്ള ആദ്യ തൊടു ന്യായമാണ് ആദ്യം കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കും, 403 പേർ മരിച്ച ദുരന്തമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തം. 403 പേർ ഔദ്യോഗികമായ മരണം സ്ഥിരീകരിച്ചത്. 417ഓളം പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇനി കണ്ടെത്താനുള്ളത് 150ഓളം പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള ഒരു നാട് തന്നെ ഒലിച്ചു പോയ ഒരു ദുരന്തം നമ്മൾ ഇപ്പോഴും ഓർക്കുമ്പോൾ നമുക്ക് തന്നെ നമ്മൾ അവിടെ ഇല്ലായിരുന്നു, പക്ഷെ ഞാൻ അവിടെ പോയി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. ആ ഒരു സ്ഥലത്തിൻ്റെ ആഘാതം, ആ മനുഷ്യരുടെ ആഘാതം, മാനസിക ആഘാതം എത്രത്തോളം വലുത്. 11 പേര് നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിലെ 11 പേര് നഷ്ടപ്പെട്ട നൗഫലിനെ നമുക്കറിയാം. ഇങ്ങനെ ഒരുപാട് പേര്, ഇനിയും ഒരുപാട് നമുക്ക് പേരുകൾ അറിയാത്ത ഒരുപാട് പേരവിടെ ഉണ്ട്. അവരുടെയൊക്കെ മുന്നിലാണ് ഈ കണക്കിൻ്റെ കളി വെച്ചിട്ട് കേന്ദ്രം ആരെയാണ് പറ്റിക്കുന്നത്? കേരളത്തിലെ ജനങ്ങളോട് നിങ്ങൾ ഈ കാണിക്കുന്ന വിവേചനം എവിടെ കൊണ്ടുപോയി അവസാനിപ്പിക്കും? അതായത് കേരളം ഒന്ന് പറയുന്നു, കേരളത്തിൻ്റെ ഭരണാധികാരികൾ ഒന്ന് പറയുന്നു, കേന്ദ്രം വേറൊരു കണക്ക് പറയുന്നു, കേരളം സഹായം ചോദിച്ചില്ല എന്ന് പറയുന്നു. ഇനി വേറെ ചില കണക്കുകളുണ്ട്. ഒന്ന് നോക്കൂ, ഷാനോസും ഞാനും വായിച്ചതാണ്. അതായത് ഈ അനുവദിക്കുന്ന അടിയന്തരമായി സഹായിച്ച, അതായത് വ്യോമസേന ഹെലികോപ്റ്റർ അവശിഷ്ടങ്ങൾ നീക്കുന്നതിന് ചിലവ് ഉൾപ്പെടെ 153.47 കോടി രൂപ കേന്ദ്രം അനുവദിച്ചു എന്ന് പറയുന്നു. പക്ഷേ സംസ്ഥാനത്തിനൊന്നും കിട്ടില്ല. അതിന് ഒരു മാനദണ്ഡം, അതിനൊരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര രസകരമായ കാര്യങ്ങളൊക്കെയാണ്. അതായത് നമുക്ക് തന്നെ ഇങ്ങനെ ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഒരു രാജ്യം ഭരിക്കുന്ന ഒരു സർക്കാരിന്, ഒരു സംസ്ഥാനത്തിന് അതൊരു ദുരന്തം, കണ്ണിൽ കണ്ട ദുരന്തം, അതായത് കണ്ണിൽ കാണാത്തതല്ല, പ്രധാനമന്ത്രി വന്ന് കണ്ടതാണ് ആ നാടിന്റെ ആഘാതം. ആ കണ്ണിൽ കണ്ട ദുരന്തത്തിന് സഹായം നൽകുന്നതിന് ഇത്രത്തോളം മാനദണ്ഡങ്ങളോ എന്നുള്ളതാണ് ഒരു ചോദ്യം. മറ്റൊരിടത്തും കാണാത്ത മാനദണ്ഡം ഇവിടെ വരും. ഞാൻ ആ പറഞ്ഞ കാര്യത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ, അതായത് അനുവദിക്കുന്ന തുക, ഈ തുക അനുവദിച്ച എത്ര? 153. അത് ആ കണക്കിലെ കളിയാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. ആദ്യമേ തന്നെ ഇത് സൂചിപ്പിക്കുന്നതിൻ്റെ കാരണം ഇവർ കളിക്കുന്ന കളികളാണ്. അതായത് അനുവദിച്ച തുക, ഈ തുക എന്തിനനുവദിച്ചു? വ്യോമസേന ഹെലികോപ്റ്റർ അവശിഷ്ടങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഒപ്പം ഈ അവശിഷ്ടങ്ങൾ മാറ്റാനുള്ള 36 കോടി ഉൾപ്പെടെ, അതായത് വ്യോമസേനയുടെ ചെലവ്, ഹെലികോപ്റ്ററിന്റെ ചെലവ്, പിന്നെ അവശിഷ്ടങ്ങൾ മാറ്റാനുള്ള 36 കോടി രൂപ. ഇങ്ങനെ എല്ലാം കൂടെ 153.47 കോടി രൂപ. അപ്പോൾ അവിടെ ഉള്ള മാനദണ്ഡം എന്താണ്? അനുവദിക്കുന്ന തുകയിൽ നിന്ന് സംസ്ഥാന ദുരന്ത ഫണ്ടിൽ, അതായത് SDRF-ൽ അവശേഷിക്കുന്ന തുകയുടെ 50% വെട്ടിക്കുറച്ച് നൽകൂ എന്നുള്ളതാണ് മാനദണ്ഡം. അതായത് കേന്ദ്രം അനുവദിച്ചത് 153.47, SDRF-ൽ അപ്പോഴുള്ളത് 558 കോടി രൂപ. ഇതിൻ്റെ 50%, അതായത് 279 കോടി രൂപ. ആ കേന്ദ്രം അനുവദിക്കുന്ന തുകയിൽ 279 കോടി രൂപ കുറച്ചേ തരൂ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്. ഒന്നുമില്ല എന്നുള്ളൊരു അവസ്ഥ. അതായത് എന്താണ് കേരളത്തോട് മാത്രം ഈ അവഗണന? ഷാനോസ് നേരത്തെ ചോദിച്ച ചോദ്യമാണ് ചോദിക്കാനുള്ളത്. പ്രിയപ്പെട്ട BJP സുഹൃത്തുക്കളടുത്താണ് എനിക്ക് ചോദിക്കാനുള്ളത്. കേരളം എന്താ ഇന്ത്യയിലല്ലേ എന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ ഷാനോസിലേക്ക് വിടുന്നു. ഷാനോസിനെ പറയാം. അൻഷാദെ, ഈ ദുരന്തമുണ്ടായ സാഹചര്യത്തിൽ മാത്രമല്ല, അതിന് മുൻപ് പല ഘട്ടങ്ങളിലും നമുക്കറിയാം, ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ പ്രവർത്തനം തന്നെ ഏറ്റവും താളം തെറ്റിയ, മന്ദഗതിയിലായ, സർക്കാർ ജീവനക്കാർക്ക് പോലും ശമ്പളം കൊടുക്കാൻ കഴിയാത്ത ദുരവസ്ഥയിലേക്ക് സർക്കാർ പോയ ഒരു കാലം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ കടമെടുപ്പ് പരിധി അടക്കം വെട്ടിക്കുറച്ച സാഹചര്യത്തിലാണ്. എങ്ങനെയാണ് കേരളം പോലൊരു സംസ്ഥാനത്തെ പരമാവധി ഉപദ്രവിക്കുക? എങ്ങനെയാണ് കേരളത്തോട് പരമാവധി വിവേചനം കാട്ടുക? എന്നിട്ട് അതെങ്ങനെയൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഇപ്പൊ ഇത്തരത്തിൽ മനോഹരമായ കണക്കുകൾ അവതരിപ്പിക്കുക? ഇതെല്ലാം കണക്കുകൾ മാത്രമല്ല, പ്രധാനമന്ത്രി വന്ന ഡേറ്റ് വരെ അവതരിപ്പിക്കുക. അതായത് ഓരോന്നും അക്കവിട്ട് നിരത്തുന്നുണ്ട്. അതായത് ജോർജ് കുര്യനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്, അവിടെ NDRF ടീമിനെ പറഞ്ഞു വിട്ടത്, അവിടെ ഹെലികോപ്റ്റർ എത്തിച്ചത്, ഓരോ സേനാവിന്യാസം നടത്തിയത്, കൊടുത്ത പൈസ, ഈ കണക്കുകൾ നമ്മൾ പ്രാഥമികമായി നമ്മൾ നോക്കുമ്പം ഇതൊക്കെ ശരിയാണല്ലോ എന്ന് തോന്നും. എന്നിട്ട് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, നവംബർ 13-ന്, അതായത് കഴിഞ്ഞ മാസം 13-ന് മാത്രമാണ് കൃത്യമായ കേരളം ഇതാവശ്യപ്പെട്ടെന്നുള്ളതാണ്. അപ്പം അതിന് കൃത്യമായ മറുപടി റവന്യൂ മന്ത്രി K. രാജൻ വളരെ കൃത്യമായ മറുപടി, അതായത് ഏറ്റവും ലളിതവും ഏറ്റവും പെട്ടെന്ന് മനസ്സിലാവുന്നതുമായ മറുപടി K. രാജൻ തൃശ്ശൂർ നൽകിയിട്ടുണ്ട്. അതായത് കേരളം നിവേദനം സമർപ്പിച്ചത് ആഗസ്റ്റ് 17-ന്, MP-മാർ ഒപ്പിട്ട് നൽകിയ നിവേദനത്തിൽ. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, അതായത് കേരളം ഈ ദുരന്തം നടക്കുന്നത് ജൂൺ 30-നാണ്. അതിനുശേഷം ഇതിൻ്റെ നാശനഷ്ടങ്ങളും രക്ഷാപ്രവർത്തനങ്ങളും എല്ലാം കഴിഞ്ഞ് കേരളം അതിൻ്റെ
ഈ കണക്കെടുപ്പ്, അതായത് എന്തൊക്കെ നഷ്ടപ്പെട്ടു, അതായത് നമുക്കറിയാം ഒരു നാട് തന്നെ ഒലിച്ചു പോയതാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്, ആ ഒരു ദുരന്തമുണ്ടാക്കിയ ആഘാതം നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. ഓഗസ്റ്റ് 14, ഓഗസ്റ്റ് 9, ഓഗസ്റ്റ് 14 ദിവസങ്ങളിൽ കൃത്യമായിട്ട് സംസ്ഥാനത്തിൻ്റെ ഈ കണക്കെടുപ്പ് സമിതികളൊക്കെ ചേർന്ന് കണക്ക് തയ്യാറാക്കി ഷാനോസ് പറഞ്ഞതുപോലെ ഓഗസ്റ്റ് 17 അത് കേന്ദ്രത്തിന് ആദ്യഘട്ടമായി ഒരു പ്രാഥമിക കണക്ക്, അത് ഇത്രയും വലിയ ദുരന്തം ഉണ്ടാകുമ്പോൾ പ്രാഥമിക കണക്ക് മാത്രമേ നൽകാൻ പറ്റൂ. അതിൽ താമസിച്ചു എന്നൊക്കെ പറയുന്നതിന്റെ ന്യായം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഓക്കെ, തുടരാം. അപ്പം മിനിസ്റ്റർ പറയുന്നത് പ്രധാനമായിട്ട് പുള്ളി അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള പോയിന്റ്, നിങ്ങൾ ₹1 നൽകിയില്ലെങ്കിൽ പോലും, അതായത് ഈ കണക്ക് പറഞ്ഞ് മനുഷ്യരെ കബളിപ്പിക്കുന്നത്, നിങ്ങൾ തുടർന്നാലും ഇല്ലെങ്കിലും, നിങ്ങൾ തന്നാലും ഇല്ലെങ്കിലും, നിങ്ങൾ ₹1 പോലും തന്നില്ലെങ്കിലും വയനാടിനെ ഞങ്ങൾ ചേർത്ത് പിടിക്കും. അതിനകത്ത് ഭരണപക്ഷമെന്നല്ല, ഭരണപക്ഷവും പ്രതിപക്ഷവും ഒറ്റക്കെട്ടായി ആ നാടിന് വേണ്ടി നിലകൊള്ളും, മലയാളികൾ ഒന്നായി നിലകൊള്ളും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വാർത്താ സമ്മേളനം തുടങ്ങുന്നത് തന്നെ. എന്നിട്ട് കൃത്യമായ ഈ പറയുന്ന ഓരോ കത്തുകളും കൊടുത്ത് സംബന്ധിച്ചുള്ളതും അതിൻ്റെ ആ വാർത്താ സമ്മേളനം തുടർച്ചയായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അത് പ്രിയങ്ക ഗാന്ധി നേരിട്ട് സമർപ്പിച്ച നിവേദനത്തിൽ അമിത്ഷാ നൽകിയ മറുപടിയിലാണ് കേരളത്തെ വിമർശിച്ചുകൊണ്ട് ഇന്ന് പുതിയ വാർത്തകൾ വരുന്നത്. അപ്പം സംസ്ഥാനം നിവേദനം നൽകിയത് നവംബർ 13 മാത്രമെന്ന് അമിത്ഷാ പറയുന്നു. പക്ഷേ അങ്ങനെയല്ല. കേരളം നിവേദനം സമർപ്പിച്ചത് ഓഗസ്റ്റ് മാസം 17 എന്നാണ് ഇന്ന് റവന്യൂ മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഡേറ്റുകൾ തമ്മിൽ വലിയ തരത്തിലുള്ള അന്തരം കാണുന്നുണ്ട്. ഒരാൾ നവംബർ 13 കഴിഞ്ഞ മാസം 13 മാത്രമാണെന്ന്, അതായത് ഒരു മാസം പോലും ആകുന്നില്ല, ആ സമയത്താണ് നൽകിയെന്നാണ് അമിത്ഷാ പ്രിയങ്ക ഗാന്ധിക്ക് കൊടുത്തിരിക്കുന്ന മറുപടിയിൽ പറയുന്നത്. അതായത് കേരളം ഇതെല്ലാം വൈകിപ്പിച്ചു. കേരളത്തിൻ്റെ കയ്യിലെ പിടിപ്പേട് കൊണ്ടാണ് ഞങ്ങൾക്ക് പൈസ അനുവദിക്കാൻ കഴിയാത്തത്. പിന്നെ കേരളം ആവശ്യപ്പെട്ടില്ലെങ്കിൽ പോലും ആ ദുരന്തത്തെ കണ്ടറിഞ്ഞ് ഞങ്ങൾ സഹായിച്ചിട്ടുണ്ടെന്നുള്ള നെഗറ്റീവോടെ കൃത്യമായിട്ട് കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ഈ തുടക്കം മുതൽ അൻഷാദ് പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, കേരളത്തെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാം എന്നുള്ള റിസർച്ച് പോലെയാണ് നമുക്ക് ഈ ഓരോ കാര്യങ്ങളും വൺ ബൈ വൺ ആയിട്ട് വായിക്കുമെന്ന്. അതായത് നമ്മളിവിടെ നിന്ന് ഏതെങ്കിലും ഒരു പ്രതിനിധി സംഘം, അല്ലെങ്കിൽ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി മുൻകൈ എടുത്ത് പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ വയനാട് MP എന്നുള്ള നിലയിൽ അവരുടെ നേതൃത്വത്തിൽ ഒരു സംഘം പോകുമ്പോൾ ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുന്നു, എല്ലാം ഇപ്പം ശരിയാക്കി തരാമെന്ന് പറയുന്നു. അതിനുശേഷം കൊടുക്കുന്ന മറുപടിയിൽ സാങ്കേതികത്വമായിരിക്കും. സാങ്കേതികത്വം എന്ന് പറയുന്നത് അത് കേരളത്തെ എങ്ങനെയൊക്കെ അവഗണിക്കാം, എങ്ങനെയൊക്കെ പിടിച്ചു മുറുക്കാം, ഇവിടെ ഭരിക്കുന്നത് അവർക്ക് ഇഷ്ടമില്ലാത്ത മുന്നണി ആയതുകൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് കൈയടക്കാൻ പറ്റാത്തൊരു ജനവിഭാഗം, അവരുടെ ആശയഗതി ഒരുപാട് മനസ്സിലേക്ക് കൊണ്ടുവരാത്ത ഒരു ജനവിഭാഗമായതുകൊണ്ട് എങ്ങനെയെങ്കിലും കേരളത്തെ പിടിച്ചു മുറുക്കാം എന്നുള്ളതിൻ്റെ, നേരത്തെ ഷാനോസ് പറഞ്ഞ പോലെ ഗവേഷണം നടത്തുന്ന ഒരു സംഘമായിട്ടാണ് എനിക്ക് പലപ്പോഴും ഈ കേന്ദ്രത്തിലെ ഇപ്പോഴത്തെ BJP സർക്കാരിനെ തോന്നിയിട്ടുള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞു, ഈ കോൺഗ്രസ് സർക്കാരായിരുന്നപ്പോൾ ആൻ്റണി ഉണ്ടായിരുന്നു, KC വേണുഗോപാൽ ഉണ്ടായിരുന്നു, കൊടിക്കുന്നിൽ സുരേഷ് ഉണ്ടായിരുന്നു, E അഹമ്മദ് ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു നിര മന്ത്രിമാരുണ്ടായിരുന്നപ്പോഴും ഇത് തന്നെയാണ് കേരളത്തിൽ കിട്ടിക്കൊണ്ടിരുന്നത്. അതായത് BJP വന്നപ്പോൾ അതിന് കുറച്ചുകൂടി പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. ഇവിടെ എന്തായിരുന്നു ഈ BJP തൃശ്ശൂരിലൊക്കെ മത്സരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ BJP പോയി മത്സരിക്കുമ്പോൾ അവർ പറയുന്നത് എന്താണ്? ഇവിടെ നിന്ന് ഒരു കേന്ദ്രമന്ത്രിയെ അതായത് കേരളത്തിന് കിട്ടിയാൽ ഇപ്പോൾ ശരിയാക്കി തരാമെന്നാണ്, അല്ലേ? ഇപ്പോൾ ശരിയാക്കി തരാം, എല്ലാം ശരിയാക്കി തരാം. കേരളത്തിൽ നിന്ന് കേന്ദ്രമന്ത്രിമാർ ഇപ്പോൾ 2 പേരാണ്. അതിലൊരാൾ തൃശ്ശൂരിൽ നിന്ന് ജയിച്ചു പോയ, അതായത് ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് ആദ്യമായി കേരളത്തിൽ നിന്ന് ജയിക്കുന്ന BJPയുടെ പ്രതിനിധിയാണ് സുരേഷ് ഗോപി. അങ്ങനെയുള്ള സുരേഷ് ഗോപി കേന്ദ്ര മന്ത്രിസഭയിലുള്ളപ്പോഴാണ്, ഞാൻ എല്ലാം ശരിയാക്കി തരാം എന്ന് പറഞ്ഞ സുരേഷ് ഗോപി കേന്ദ്ര മന്ത്രിസഭയിൽ ഉള്ളപ്പോഴാണ് ഇതൊക്കെ ഈ അവഗണന ഈ വയനാടിനോട് എന്ന് പറയുന്നത്, വയനാട് ഒരു ദുരന്തമുണ്ടായതുകൊണ്ടാണ്. കേരളത്തെ മൊത്തത്തിൽ കേന്ദ്ര സർക്കാർ ഇപ്പോഴും അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെ രീതിയിൽ ഇപ്പോൾ ആകെ അവഗണിക്കാത്ത ഒരു ഡിപ്പാർട്ട്മെൻറ്റേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയാണ്. അദ്ദേഹത്തിന് അത് G സുധാകരൻ മന്ത്രിയായിരുന്ന കാലം മുതൽ തന്നെ നിതിൻ ഗഡ്കരി നല്ല രീതിയിൽ കേരളത്തെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും BJPക്ക് വോട്ട് ചെയ്യുന്ന ഇവിടുത്തെ BJP പ്രവർത്തകരോട് നമ്മൾ ചോദിക്കാനുള്ളത് അതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കേന്ദ്ര നേതൃത്വത്തെ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രധാനമന്ത്രിയെ, നിങ്ങളുടെ ആഭ്യന്തരമന്ത്രിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കേരളം എന്ന് പറയുന്ന ഒരു ജനവിഭാഗം, ആ ഒരു ജനവിഭാഗത്തെ ഇത്രത്തോളം ദ്രോഹിക്കേണ്ടതുണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ് പലപ്പോഴും സങ്കടത്തോടു കൂടി ഉയർന്നു വരുന്നത്. അൻഷാദ് പറഞ്ഞത്
തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് എന്താണ് BJP മുന്നോട്ട് വെക്കുന്നത്? ഇപ്പൊ ശരിയാക്കി തരാം എന്ന് പറയുന്നു. തെരഞ്ഞെടുപ്പ് വന്നു, റിസൾട്ട് വന്നു, സുരേഷ് ഗോപി മന്ത്രിയായി. അതിനുശേഷം ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തെക്കുറിച്ച് പല ആവർത്തി ചോദ്യങ്ങൾ അദ്ദേഹം നേരിട്ടു. എപ്പോഴാണ് കൃത്യമായ ഒരു ഉത്തരം പറഞ്ഞത്? പറഞ്ഞിരുന്നു. അതിനുശേഷം എപ്പോഴെങ്കിലും കൃത്യമായ ഒരു ഉത്തരം ഈ സ്ഥലത്ത് പോയി നിങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്ന പറയുന്നത്? അതെ. അതുപോലെ ഈ സ്ഥലത്ത് പോയ ജോർജ് കുര്യൻ എവിടെയെങ്കിലും വൃത്തിയായിട്ട് മറുപടി പറഞ്ഞു കേട്ടിട്ടുണ്ടോ? എന്തിന് കഴിഞ്ഞ ദിവസം നേരത്തെ മന്ത്രിയായിട്ടുള്ള വി മുരളീധരൻ ഒരു നാട് മുഴുവൻ ഒളിച്ചു പോയെന്ന് പറയരുതെന്ന് പറഞ്ഞു. ഒരു നാട് മുഴുവൻ ഒളിച്ചു പോയി 3 വാർഡ് മാത്രമേ പോയിട്ടുള്ളൂ. അങ്ങനെ നിങ്ങൾ പറയരുത്. എന്ന് വെച്ചാൽ ഇവരിപ്പോഴും ഇതിനെ കാണുന്നത് വേറെ കണ്ണിൽ മാത്രമാണ്. അത് കൃത്യമായി പറഞ്ഞാൽ അത് വർഗീയമായ ചില ഒരു മാനസികാവസ്ഥയിൽ സംസാരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഈ മരിച്ചവരിൽ ഭൂരിഭാഗവും മുസ്ലിം ജനവിഭാഗത്തിൽപ്പെട്ടവരാണ്. വയനാട്, ഈ മുണ്ടക്കൈ, ഈ ചൂരൽമല ഒക്കെ ഈ മേഖലയിൽ മൊത്തം അധിവസിക്കുന്നത് പാവങ്ങളായ മുസ്ലിം ജനവിഭാഗമാണ്. അതുകൊണ്ടായിരിക്കാം ഈ ഒരു ദുരന്തം വന്നാൽ പിന്നെ എന്ത് ജാതി, എന്ത് മതം, മനുഷ്യന്മാരാണ് ഒഴുകി പോവുകയാണ്, മരിച്ചു പോവുകയാണ്, കൈയും കാലും വേർപെട്ടതിലെ കണ്ടെത്തുകയാണ്. അവർക്ക് ആ മരിച്ചുപോയ മനുഷ്യരെ കുറിച്ച് ഓർക്കുമ്പോൾ, ആ നാട് പുനർനിർമ്മിക്കുന്ന കാര്യം ഓർക്കുമ്പോൾ, നമ്മളൊരു നാട് ഒലിച്ചു പോയി എന്ന് പറയുന്നതിനെ അതെ അങ്ങനെ പറയരുതെന്നും 3 വാർഡ് മാത്രമേ ഒലിച്ചു പോയിട്ടുള്ള മുൻ കേന്ദ്രമന്ത്രി പറയുകയാണ്. നിലവിലുള്ള കേന്ദ്രമന്ത്രിമാർ കൃത്യമായി മറുപടി തരുന്നില്ല. മുഖ്യമന്ത്രി കൂടി ചോദിക്കുമെന്ന് പറയുന്നു. ഇത് കേന്ദ്രവുമായി ബന്ധപ്പെട്ട് തന്നെ കിടക്കുന്ന ഒരു സംഗതിയാണല്ലോ. ഈ ദുരന്തം എന്ന് പറയുന്നത് അത് ഏത് പട്ടികയിലാണ് പെടുത്തേണ്ടത്, എത്ര രൂപ അനുവദിക്കേണ്ടതൊക്കെ കേന്ദ്രം കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. അത് വെച്ച് നമുക്ക് പൈസ നമ്മളെ സഹായിക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ 2018 പ്രളയത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഇവിടെ വന്ന അരിക്കും തുണിക്കും അതാണ് അടുത്ത് പറയാൻ പോയത്. പൈസ വാങ്ങിയ ആളുകൾ ഇതിപ്പോ ഈ ആഭ്യന്തരമന്ത്രി പറഞ്ഞില്ലേ, വ്യോമസേന ഹെലികോപ്റ്റർ, ഒപ്പം അവശിഷ്ടം നീക്കുന്നതിന് സേനയെ വിട്ടു, ഇപ്പം NDRF സംഘങ്ങളെ വിട്ടു എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കണക്ക് വിശദീകരിക്കുന്നുണ്ട്. ഈ കണക്കിന്റെ പിറകെ ഇനി അത് വിട്ടതിന്, അതായത് സേനയ്ക്കുള്ള ചെലവ്, ഇത്ര ചെലവ്, ആ ചെലവ് എന്ന് പറഞ്ഞ് അടുത്ത കണക്ക് വരും. അതെ, ഇങ്ങനെയാണ് സമീപകാലത്ത് ഞാൻ പറഞ്ഞത്. അരി തന്നാൽ കണക്ക്, 2 ഹെലികോപ്റ്റർ വന്ന ആളുകളെ രക്ഷപ്പെടുത്തിയ കണക്ക്. അവിടെയാണ് നമ്മുടെ ചോദ്യം പ്രധാനപ്പെട്ടതെന്ന്. കേരളം എന്താ ഇന്ത്യയിലല്ല എന്നുള്ളത്. നമ്മൾ ഇന്ത്യ രാജ്യത്തെ പൗരന്മാരാണ്. നമ്മൾക്ക് എന്ത് വന്നാലും നമ്മളെ നോക്കേണ്ട ഉത്തരവാദിത്തം, ഒരു പ്രകൃതി ദുരന്തമൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന്റെ പ്രധാനപ്പെട്ട അതോറിറ്റി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരാണ്, സംസ്ഥാന സർക്കാർ. പക്ഷേ കേന്ദ്രം അതിൽ അമിത്ഷാ പറയുന്ന മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. അതായത് അമിത്ഷാ അല്ല, എനിക്ക് തോന്നുന്നു കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി പറയുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, ദുരന്തം നേരിടാനുള്ള ഫണ്ട് കേരളത്തിന് ഈ കയ്യിൽ ഇപ്പോൾ തന്നെ ഉണ്ട് എന്നാണ് ആദ്യം അദ്ദേഹം പറഞ്ഞത്. അതിനുശേഷം പറഞ്ഞത് ഈ പ്രശ്നമുണ്ട്, ദുരന്തവുമായി ബന്ധപ്പെട്ട പ്രാഥമിക ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണ് എന്ന് ആവർത്തിച്ച് ഈ കേന്ദ്ര സഹമന്ത്രിമാർ, ആഭ്യന്തര സഹമന്ത്രിമാർ പറയുന്നുണ്ട്. KV തോമസിൻ്റെ അടുത്ത് നൽകിയ KV തോമസ് നിവേദനവുമായി ചെന്നപ്പോൾ ഒക്കെ പറയുന്ന മറുപടി ഇതാണ്. അതായത് ഇത് പ്രാഥമിക ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. പ്രാഥമിക ഉത്തരവാദിത്വം ഓക്കെ, പക്ഷേ ഞാൻ പറഞ്ഞത് നമ്മൾ രാജ്യത്തെ പൗരന്മാരായിരിക്കെ നമ്മളെ 2ാം തരക്കാരായി കാണുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. 2018 തൊട്ടുള്ള അവസ്ഥ നമുക്കറിയാം. ഏത് ഘട്ടത്തിൽ നമ്മൾ കേന്ദ്രത്തെ ആശ്രയിക്കാൻ പോകുന്നു, ആ ഘട്ടത്തിലൊക്കെ നമ്മളെ പിന്തള്ളിയിട്ടേ ഉള്ളൂ, നമ്മളെ മാറ്റി നിർത്തിയിട്ടേ ഉള്ളൂ. അല്ലാതെ ഒരിക്കലും നമുക്ക് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയോ ഏതെങ്കിലും തരത്തിൽ ഫണ്ട് അനുവദിക്കുകയോ ചെയ്തിട്ടില്ല. നമുക്ക് ആർക്കും അങ്ങനത്തെ അറിവില്ല. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായിരുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാണിത്. അത്രയും 400 പേരിലധികം മനുഷ്യന്മാരെ നഷ്ടപ്പെട്ടു, 100-ലധികം പേരെ കാണാനിരിക്കുന്നു. അത്തരം ഒരു സാഹചര്യത്തിൽ ഈ നാടൊന്നാകെ അതിനുവേണ്ടി ഇപ്പോൾ കഴിഞ്ഞ ദിവസം നോക്കും, ഇപ്പോൾ ഇന്നത്തെ രാവിലത്തെ വാർത്ത DYF 20 കോടി രൂപ ആ നാടിന് വേണ്ടി പിരിച്ചു കൊടുത്തു. അങ്ങനെ എത്രയൊക്കെ സഹായം എത്തിക്കാൻ പറ്റുമോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എന്തോരം ഫണ്ട് വന്നു. അപ്പം വയനാടിന് വേണ്ടി ഈ നാട് കൈകൊടുക്കുകയാണ്. ആ സമയത്താണ് കൃത്യമായി സഹായിക്കേണ്ട കേന്ദ്ര വിഹിതം തരേണ്ട ആളുകൾ അത് തരാതെ ഈ തൊടുന്യായങ്ങൾ പറയുന്നത്. അത് ഒരു കാലത്തും അംഗീകരിക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ വേറൊരു കാര്യം കൂടെ പറയാറുണ്ട്. ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകരുത് എന്ന് ആവർത്തിച്ച് ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട നേതാക്കൾ BJP നേതാക്കൾ. അതെ, അതായത് അവരുടെ അണികളിലേക്ക് വാട്സപ്പ് സന്ദേശങ്ങൾ ഫോർവേഡ് ചെയ്തു കൊടുത്ത് പ്രധാനപ്പെട്ട നേതാക്കൾ, BJP നേതാക്കൾ, അന്ന് BJPയിലുണ്ടായിരുന്ന സന്ദീപ് വാര്യറും അത് ചെയ്തിട്ടുണ്ട്. പക്ഷേ കേരളം അത് ഗൗരവത്തിലെടുത്തില്ല. നമ്മളത് നേരത്തെ അത് വാർത്തകളും വീഡിയോ ഒക്കെ ചെയ്താണല്ലോ. കേരളം അത് ഗൗരവത്തിലെടുത്തില്ല. കാരണം ഓരോ ദിവസം വരുന്ന സഹായധനത്തിന്റെ കണക്കുകൾ മുഖ്യമന്ത്രി പറയുമ്പോൾ നമുക്കറിയാം അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും കേരളം അങ്ങനെ വയനാടിനെ ഒറ്റപ്പെട്ട് നിർത്തുകയോ കൈവിടുകയോ ചെയ്തിട്ടില്ല. പക്ഷേ നമ്മളെ ഒറ്റപ്പെടുന്നത്, വയനാടിനെ ഒറ്റപ്പെടുന്നത്, ആ ദുരന്ത ഭൂമിയെ വേറൊന്നായി മാറ്റി നിർത്തുന്നത്
കേന്ദ്ര സർക്കാർ തന്നെയാണ്. ഈ തൊടുനയങ്ങൾക്ക് അപ്പുറത്തേക്ക് റിയാലിറ്റി തിരിച്ചറിയുക എന്നുള്ളതാണ് വേണ്ടത്. ഷാനൂസ്, ഈ നമ്മൾ പലപ്പോഴും കേന്ദ്രം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ വേണ്ട കൂടിയാലോചനകൾ നടത്താതെയാണ് കേന്ദ്രത്തെ പല കണക്കുകളുമായിട്ട് സമീപിക്കുന്നതെന്നൊക്കെ നിരന്തരം പറയാറുണ്ട്. പക്ഷേ നമുക്കറിയാം, മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എപ്പോഴും മീറ്റിംഗ് വിളിക്കാറുണ്ട്. കൃത്യമായ കണക്കുകൾ വെച്ച് സംസാരിക്കുന്ന ഒരാളായിട്ടാണ് നമ്മളെപ്പോഴും മുഖ്യമന്ത്രിയെ കണ്ടിട്ടുള്ളത്. അദ്ദേഹം ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി MP ആയതിനു ശേഷം എനിക്ക് തോന്നുന്നു MP മാരുടെ യോഗം വിളിച്ചിരുന്നു എന്ന് തോന്നുന്നു, അല്ലേ? പക്ഷേ പങ്കെടുത്തിട്ടില്ല. പങ്കെടുത്തില്ല, പ്രിയങ്ക ഗാന്ധി പങ്കെടുത്തിട്ടില്ല. പക്ഷേ എന്നാൽ പോലും അവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ പ്രിയങ്ക ഗാന്ധിയെ അമിത്ഷായെ കണ്ട ശേഷം എനിക്ക് തോന്നുന്നു അന്ന് വന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ ലെവൽ 3 ഘട്ടത്തിലേക്ക് പ്രധാനപ്പെട്ട ഒരു ദുരന്തമായിട്ട് വയനാട് ദുരന്തത്തെ കേന്ദ്രം ഉൾപ്പെടുത്തുമെന്നുള്ള എന്തോ ഉറപ്പ് ആഭ്യന്തരമന്ത്രി നൽകി എന്നുള്ള ഒരു വാർത്ത ആദ്യം പുറത്തു വന്നിരുന്നു. പിന്നീട് അത് നമ്മൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയപ്പോൾ അത് ശരിയല്ല എന്നുള്ള ആ വാർത്ത ശരിയായിരുന്നില്ല എന്ന് വരികയും ചെയ്തു. അതായത് അൻഷാദ് പറഞ്ഞു തുടങ്ങിയത് മുഖ്യമന്ത്രി ഒരു അഡ്മിനിസ്ട്രേറ്റർ നിലയ്ക്ക് മികച്ച ഒരാളെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഓരോ പാർലമെന്റ് സെഷൻ ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് സാധാരണ ഇവിടെ നിന്നുള്ള MP-മാരുടെ യോഗം വിളിക്കാറുള്ളതാണ്. ആ യോഗത്തിൽ വെച്ച് കേരളത്തിൻ്റെ ആവശ്യങ്ങൾ അവിടെ അവതരിപ്പിക്കണമല്ലോ. അതുപോലെ ഇത്തവണ യോഗം കൂടി പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് തന്നെ എങ്ങനെയാണ് കേന്ദ്രത്തിൻ്റെ ഫണ്ട് വയനാട്ടിലേക്ക് എത്തി, വയനാടിന് കേന്ദ്ര സഹായം, അർഹമായ സഹായം എങ്ങനെ എത്തിക്കണം, അതുകൊണ്ട് എങ്ങനെയാണ്, അതായത് UDF-ന്റെ MP-മാർ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. മുഖ്യമന്ത്രി വളരെ ഫാക്റ്റാണ് ചോദിക്കുന്നത്, നിങ്ങളുടെ എന്താണ് പദ്ധതി. അപ്പോൾ മുഖ്യമന്ത്രി ആദ്യം മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചു. അതിനുശേഷം ഓരോ MP-മാരോടും തിരക്കുന്നുണ്ട്. അപ്പം കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ പറയുന്നു, ലീഗ് പറയുന്നു, CPI പറയുന്നു. അപ്പം അവിടെ വെച്ച് മുഖ്യമന്ത്രി പറഞ്ഞു നിങ്ങളുടെ അഭിപ്രായം പറയും. അപ്പം അവിടെ ആ മീറ്റിങ്ങിൽ വെച്ചാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബെന്നി ബെഹനാനാണ് പറയുന്നത്, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടല്ല, നമ്മൾ കേരളം ഒറ്റ മനസ്സോടെ എന്ന് പറയുന്നത് കേരളത്തിലെ MP-മാർ ഒറ്റക്കെട്ടായി അമിത്ഷായെ കാണണം എന്ന് പറയുന്നത്. ആ യോഗത്തിൽ പ്രിയങ്ക ഗാന്ധി പങ്കെടുത്തിട്ടില്ല. അപ്പം അങ്ങനെ ഈ കോൺഗ്രസ് തന്നെ മുന്നോട്ട് വെച്ചൊരാശയം, അതിന് ലീഗിൻ്റെ MP-മാർ പിന്തുണ നൽകുന്നു. അങ്ങനെ CPI ഒക്കെ തന്നെ ഇവിടെ RSP അടക്കം അങ്ങനെ ഇതൊരൊറ്റ സംഘമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി കണ്ടാൽ മതി എന്നുള്ള തീരുമാനത്തിലെത്തുന്നു. അങ്ങനെയാണ് MP-മാരുടെ സംഘം പ്രിയങ്കയുടെ നേതൃത്വത്തിൽ പോകുന്നത്. അതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, പ്രിയങ്ക വയനാട്ടിൽ MP-യാണ്, ആദ്യമായിട്ട് MP ആവുന്ന ഒരാളാണ്, വലിയ ദേശീയ പ്രാധാന്യമുള്ള നേതാവ് തന്നെയാണല്ലോ. അപ്പം കേരളത്തിലെ MP-മാരുടെ സംഘം എന്നുള്ളതാണ് ശരിക്കും. അപ്പോൾ വയനാടൻ MP ആയതുകൊണ്ടും പ്രിയങ്കയ്ക്ക് ഒരു മാധ്യമ ശ്രദ്ധ കിട്ടുന്ന ആളായതുകൊണ്ടും പ്രിയങ്കയുടെ നേതൃത്വത്തിൽ, അതായത് വയനാടൻ MP കൂടി ആയതുകൊണ്ട് പ്രിയങ്കയുടെ നേതൃത്വം എന്നുള്ള ഒരു വാർത്ത പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു നരേറ്റീവാണ് സൃഷ്ടിക്കപ്പെട്ടത്. അപ്പോൾ പ്രിയങ്ക ആവശ്യപ്പെട്ടു, പ്രിയങ്കയോട് പറഞ്ഞു വെച്ചാൽ ഈ രണ്ടുപേരേ ഉള്ളൂ, ഒന്ന് പ്രിയങ്ക, ഒന്ന് അമിത്ഷാ. അതിനപ്പുറത്തേക്ക് ബാക്കിയുള്ള കേന്ദ്ര ഇവിടുന്നുള്ള MP-മാരെ ഇല്ല, ആരുമില്ല, ആരുടെയും പേര് പരാമർശിക്കപ്പെടുന്നില്ല. അങ്ങനെയാണ് ഈ നവംബർ 13 എന്നുള്ളൊരു തീയതിയുടെ കാര്യമൊക്കെ പുറത്തു വരുന്നത്. അങ്ങനെയാണ്. അങ്ങനെ ഈ യോഗത്തിൽ ഒരുമിച്ച് അവിടെ ചെന്ന് സംസാരിക്കാൻ വേണ്ടി പോകുമ്പം ഞാൻ മനസ്സിലാക്കുന്നത് പ്രിയങ്ക ഗാന്ധിയെ സംബന്ധിച്ചും എന്താണ് വയനാട്ടിൽ ശരിക്കും സംഭവിച്ചത്, ഈ പത്രവാർത്തകൾക്ക് അപ്പുറത്തേക്ക് അവിടുത്തെ ഒരു ജനപ്രതിനിധി നിലയ്ക്ക് അവിടെ പോയി നിന്ന് കണ്ട് അവിടുത്തെ ദുരന്തത്തിൻ്റെ ആഴം മനസ്സിലാക്കിയിട്ടാണോ അമിത്ഷായെ കയറി കണ്ടിട്ടുള്ളത് എന്നുള്ള കാര്യത്തിലേക്ക് സംശയമുണ്ട്. കാരണം അങ്ങനെ ആയിരുന്നുവെങ്കിൽ പ്രിയങ്ക ഗാന്ധിയുടെ പ്രതികരണം ഈ രൂപത്തിൽ വരത്തില്ലായിരുന്നു. ഇന്നത്തെ ട്വീറ്റിനകത്ത് പ്രിയങ്ക കേരളത്തെ കൂടി പരാമർശിച്ച് കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. കേന്ദ്രത്തെയാണ് കുറ്റപ്പെടുത്തിയിരിക്കുന്നത്, പക്ഷേ അതിൻ്റെ ഒരു ഭാഗത്ത് അത് കേരളത്തെ പറയുന്നുണ്ട്. ആ മെമ്മോറാണ്ടം കൊടുത്തിരിക്കുന്ന ഒരു കത്ത്, അമിത്ഷായി കൊടുത്തിരിക്കുന്ന കത്ത് പൂർണ്ണമായി വായിച്ച് കേരളം ഒറ്റക്കെട്ടായിട്ടാണ് പോകുന്നത്, അങ്ങനെ തീരുമാനിക്കപ്പെട്ടിട്ടാണ് പോകുന്നത്. അങ്ങനെ പോകുന്ന ഒരു കത്ത് കൃത്യമായി വായിച്ചിരുന്നെങ്കിൽ കേരളത്തെ കൂടെ കുറ്റപ്പെടുത്തി എങ്ങനെയാണ് പ്രിയങ്കയ്ക്ക് ട്വീറ്റ് ചെയ്യാൻ കഴിയുക? അപ്പോൾ അവിടെയാണ് അതിനകത്ത് രാഷ്ട്രീയം കടന്നു വരുന്നത്. ഇവിടെ രാഷ്ട്രീയമല്ലല്ലോ വേണ്ട. നമ്മൾ BJP നേതൃത്വം അല്ല കേന്ദ്ര സർക്കാർ, കേരളത്തിലെ BJP നേതാക്കന്മാരെ കുറിച്ച് നമ്മൾ വിമർശനാത്മകമായി സംസാരിച്ചു, അവർ ഇടപെടാത്തതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അപ്പോൾ ഇതിനെ നമ്മൾ രാഷ്ട്രീയമായിട്ടല്ല കാണേണ്ടത്, മറിച്ച് കോൺഗ്രസും CPM ഉം BJP യും ലീഗും അങ്ങനെ എല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് ഒരു നാടിൻ്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി ഇടപെടുക എന്നുള്ളതാണ്. അവിടെ അങ്ങനെ MP-മാരുടെ ഒരു സംഘം അവിടെ പോയി കാണുമ്പോൾ ആ കണ്ടതിന് ശേഷം അമിത്ഷാ കൃത്യമായ സ്റ്റാൻഡ് പറയുന്നു. അപ്പോൾ അതാണ് വാർത്ത തെറ്റിപ്പോയ കാര്യം പറഞ്ഞത്. അമിത്ഷാ അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയത്തുമില്ല. പ്രിയങ്ക ഗാന്ധിയോട് അങ്ങനെ ഇങ്ങനൊരു ലെവലിലേക്ക് ഇത് ഉൾപ്പെടുത്തി തീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുമെന്ന് പറയത്തില്ല, അത് രാഷ്ട്രീയമായി തന്നെ പറയത്തില്ല. പക്ഷേ അത് മനസ്സിലാക്കാതെയാണ് പ്രിയങ്ക ഈ കൊടുത്ത മെമ്മോറാണ്ടത്തിലെ വിശദാംശങ്ങൾ പഠിക്കാതെ ആയിരിക്കാം, അല്ലെ കാണാതെ ആയിരിക്കാം, അല്ലെ മനസ്സിലാക്കാതെ ആയിരിക്കാം കേരളത്തെ കൂടെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ട്വീറ്റ് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഇപ്പോഴും പറയുന്നത് ഇതിനകത്തെ രാഷ്ട്രീയം പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് ഒരു നാടാകെ ഒലിച്ചു പോയ ശരിയാണ്. അതിനകത്ത് അങ്ങനെ തന്നെയാണ് നിൽക്കേണ്ടത്. അതിന് പകരം ഇത് ആ സംഘത്തിൽ ഉണ്ടായിരുന്ന ലീഗുണ്ട്, അതിനകത്ത് CPI ഉണ്ട്,
CPM ഉണ്ട്, RSP ഉണ്ട്. ഇവർക്കാർക്കും തന്നെ ഇത്തരം പ്രതികരണങ്ങൾ പൊടുന്നനെയുള്ള പ്രതികരണങ്ങളിൽ ഭയങ്കരമായ സന്തോഷമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇവർ ഒറ്റക്കെട്ടായിട്ട് ഒരു പ്രതിനിധി സംഘമാണ് അതുപോലെ തന്നെ ഇപ്പോൾ ആഭ്യന്തരമന്ത്രി പറഞ്ഞതിനോട് പെട്ടെന്ന് തന്നെ പ്രതികരിക്കേണ്ട എന്നാണ് മുഖ്യമന്ത്രിയുടെ തീരുമാനം. അതെ, മുഖ്യമന്ത്രി ഒരിക്കലും കേന്ദ്രത്തോട് ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം പരമാവധി ഒഴിവാക്കിയല്ലേ പോകുന്നത്. ഏത് സമയത്തും കേന്ദ്രത്തിന്റെ കയ്യിൽ കിട്ടാനുള്ളത് കിട്ടുന്നില്ലത് വേറൊരു കാര്യം. പക്ഷേ പരമാവധി ഒരു ഭരണകർത്താവ് നിലയ്ക്ക് അതിനെങ്ങനെ വാങ്ങിച്ചെടുക്കാം എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എപ്പോഴും ആലോചിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ മമതാ ബാനർജി ഇപ്പോൾ ഏറ്റുമുട്ടൽ പിണറായി പോകില്ല. ഏറ്റവും അവസാന ഘട്ടത്തിലാണ് പ്രധാനമന്ത്രിക്കെതിരെയോ അമിത്ഷായ്ക്കെതിരെയൊക്കെ പറയുന്നത്. അത് രാഷ്ട്രീയമായിട്ടാണ് കൂടുതൽ പറയുന്നത്, അല്ലാതെ ഇത്തരം കാര്യങ്ങൾ പരാമർശിക്കാറില്ല. പക്ഷേ ഇവിടെ ഈ ബെന്നി ബെഹനാൻ എടുത്തൊരു സ്റ്റാൻഡ്, അല്ലെങ്കിൽ കോൺഗ്രസ് എടുത്തൊരു സ്റ്റാൻഡ്, ലീഗ് എടുത്തൊരു സ്റ്റാൻഡ്, ഒരുമിച്ച് പോയി നമുക്ക് നേടിയെടുക്കണം എന്ന് പറയുന്നത് പ്രിയങ്കയെ കൊണ്ട് എത്രത്തോളം സാധ്യമായി എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം പ്രിയങ്ക ഇതിനെ കുറച്ചുകൂടെ വയനാടിനപ്പുറത്തേക്ക് നാഷണൽ ലെവലിൽ നിൽക്കുന്ന ലീഡർ നിലയ്ക്ക് അമിത്ഷായെ നേരിട്ട് കാണുന്നു, ഒരു കത്ത് കൊടുക്കുന്നു, അതിൻ്റെ റിയാക്ഷൻ മേടിക്കുന്നു, അത് ട്വീറ്റ് ചെയ്യുന്നു, വാർത്തകളിലേക്ക് കടക്കുന്നു. അപ്പം അവിടെ പേര് രണ്ടുപേർക്കേ ഉള്ളൂ, ഒന്ന് അമിത്ഷായ്ക്കും മറ്റൊന്ന് വയനാടിന്റെ പുതിയ MP പ്രിയങ്ക ഗാന്ധി. കാരണം അവിടെ പരാമർശിക്കപ്പെടാതെ പോകുന്നത് വയനാടിന്റെ സഹായത്തെക്കുറിച്ചാണ്. അത് വരുന്നില്ല, അത് കിട്ടാക്കനിയായിട്ട് ഇപ്പോഴും കിടക്കുകയാണ്. അപ്പോൾ ഷാനസ്, ഇങ്ങനെയൊക്കെ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള സംഘം കണ്ടപ്പോഴും അമിത്ഷാ എന്തൊക്കെ ഉറപ്പുകൾ നൽകി എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഷാനോസ് പ്രകടിപ്പിച്ച പോലെ ചില സംശയങ്ങളുണ്ട്. ഒപ്പം ഈ പ്രിയങ്ക ഗാന്ധി ഇതിൻ്റെ ഉള്ളറിഞ്ഞുകൊണ്ടാണോ ഇതിൽ ഇടപെട്ടത് എന്നുള്ള ചില ആശങ്കകളും ഷാനോസ് പങ്കുവച്ചു. എന്തായാലും ഈ കണക്കിലെ കളികൾ അവസാനിപ്പിച്ചിട്ട്, ഈ കണക്കിലെ കളികൾ എത്രയും പെട്ടെന്ന് കേന്ദ്ര സർക്കാർ അവസാനിപ്പിച്ചിട്ട് സംസ്ഥാനം, അതും വയനാട് കണ്ട ഏറ്റവും വലിയ ദുരന്തം, സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ ദുരന്തം, ഒപ്പം ഒരു നാട് തന്നെ, വി മുരളീധരൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഒരു നാട് തന്നെ ഒലിച്ചുപോയ ഒരു വലിയ ദുരന്തം. ആ ഒരു ദുരന്തത്തിൽ ഇപ്പോഴും വിറങ്കലിച്ച് നിൽക്കുന്ന കുറേ മനുഷ്യർ, ആ മനുഷ്യർക്ക് ഒരു പുനർജീവനം, അല്ലെ പുനർജീവനം അത്യന്താപേക്ഷിതമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് മനുഷ്യ നന്മ എന്ന് പറയുന്ന ഒരു സാധനം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ഈ മാനദണ്ഡങ്ങളെല്ലാം മാറ്റിമറിച്ച്, അല്ലെങ്കിൽ മാനദണ്ഡങ്ങളെല്ലാം മാറ്റിവെച്ച് ഈ കണക്കിലെ കളി അവസാനിപ്പിച്ച് വയനാട്ടിലെ ദുരന്തവുമായി ബന്ധപ്പെട്ട സഹായം കേരളത്തിന് നൽകണമെന്ന് മാത്രമാണ് രണ്ട് കേരളീയർ എന്നുള്ള നിലയിൽ ആവശ്യപ്പെടാനുള്ളത്. അതിന് ഏതൊക്കെ മാനദണ്ഡങ്ങൾ ഇനി ഇപ്പോൾ ഇവർ പറയുന്ന പല മാനദണ്ഡങ്ങളും ഉണ്ടാകാം. പക്ഷേ ഈ മാനദണ്ഡങ്ങളൊക്കെ മാറ്റിമറിക്കേണ്ടി വന്നാൽ അതെല്ലാം മാറ്റിമറിക്കണം. രാഷ്ട്രീയമായ ചേരിതിരിവുകളെല്ലാം മാറ്റിവെച്ച് കേരളം ഒറ്റക്കെട്ടായി ഈ വിഷയത്തിൽ ഒരുമിച്ച് നിൽക്കണം എന്നുകൂടി പറയാം.